ഹലോ ഓൾ. മഴ പെയ്ത് നമ്മളെ റോഡുകളൊക്കെ ഒരിക്കൽ കൂടെ പൊട്ടിപ്പൊളിഞ്ഞു പോകുന്ന സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ചൈന ഒരിക്കൽ കൂടെ ഓട്ടോണോമസ് എഞ്ചിനീയറിംഗിൽ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് പുതിയൊരു പ്രഖ്യാപനവുമായി വന്നിട്ടുള്ളത്. ഏകദേശം 158 കിലോമീറ്റർ നീളമുള്ള ഒരു റോഡ് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഹ്യൂമൻ ഇൻ്റർഫിയറൻസും ഇല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് റോബോട്ടിക് അസിസ്റ്റഡ് ആയിട്ടുള്ള റോളേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ട് ചൈന കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ആക്ച്വലി ഹോങ്കോങ്ങും ചൈനയിലെ ബീജിങ്ങും മക്കോയും കണക്ട് ചെയ്യുന്ന ഒരു എക്സ്പ്രസ് ഹൈവേയുടെ പാർട്ടായിട്ടുള്ള ഒരു 157.8 കിലോമീറ്റർ, അപ്രോക്സിമേറ്റ്ലി 158 കിലോമീറ്റർ വരുന്ന റോഡാണ് ഓട്ടോണോമസ് ആയിട്ടുള്ള റോളേഴ്സും പാവേഴ്സും ട്രക്സും ഡ്രോൺസ് ഒക്കെ യൂസ് ചെയ്ത് ചൈന കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ ഒരു 158 കിലോമീറ്റർ റോഡ് കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്ര നാളത്തെ അധ്വാനവും എത്ര ആളുകളുടെ അധ്വാനവും വേണമെന്ന് നമുക്ക് ആലോചിച്ചാൽ അറിയാം. ഈ സാഹചര്യത്തിലാണ് വളരെ പെട്ടെന്ന് റോബോട്ടിക് അസിസ്റ്റഡ് ആയിട്ടുള്ള ഡിവൈസുകളിലൂടെ, പ്രത്യേകിച്ച് ഓട്ടോണോമസ് ആയിട്ടുള്ള ഡ്രൈവ് ചെയ്യുന്ന റോഡ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസും അല്ലെങ്കിൽ ഡിവൈസുകളും യൂസ് ചെയ്തുകൊണ്ട് ചൈന ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവർ പറയുന്നത് അൾട്രാ ലോ ലേറ്റൻസി 5G കോർഡിനേഷനാണ് ഇതിൽ യൂസ് ചെയ്തെന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷനും കാര്യങ്ങൾക്കൊക്കെ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ഒരു 5G നെറ്റ്വർക്കിലൂടെയാണ് ഈ മെഷീൻസ് പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ അവർ എനാബിൾ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത് ലോകത്തിലെ തന്നെയുള്ള റോഡ് കൺസ്ട്രക്ഷനിലെ ഏറ്റവും ബ്രേക്ക് ത്രൂ ആയിട്ടുള്ള ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഒരു ഫുള്ളി ഓട്ടോണോമസ് റോഡ് ബിൽഡിങ്ങിന് എക്സാമ്പിൾ ആയിട്ടാണ് പ്രപ്പോസ് ചെയ്യുന്നത്. ഇതുപോലെ എഐയുമായും റോബോട്ടിക്സുമായി ബന്ധപ്പെട്ട് ലോകത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള സാങ്കേതിക മുന്നേറ്റങ്ങളെ കുറിച്ച് അറിയാൻ എഡ്യൂടെക്നേഷ്യയുടെ ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക.